തലശ്ശേരി എരഞ്ഞോളിൽ രണ്ടിടങ്ങളിൽ മോഷണം. കുടക്കളം ശ്രീനാരായണ മഠത്തിന്റെ ഭണ്ഡാരം തകർത്ത് പണം കവർന്നു. നെടുങ്കോട്ട് കാവിന് സമീപത്തെ പി നിർമ്മലയുടെ കടയുടെ പൂട്ട് തകർത്ത് 2000-ലധികം രൂപയും മോഷ്ടിച്ചു. തലശ്ശേരി പോലീസ് അന്വേഷണം ആരംഭിച്ചു. ശ്രീനാരായണ മഠത്തിനകത്ത് കയറിയ കള്ളൻ ഭണ്ഡാരത്തിന്റെ പൂട്ട് തകർത്ത് അതിലുള്ള മുഴുവൻ പണവും കവർന്നു. ഏതാണ്ട് 2000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി മഠം സെക്രട്ടറി UN വിനീഷ് പറഞ്ഞു. അതായത് പൊട്ടിച്ചിട്ട് ചില്ലറ നോട്ടുകളെല്ലാം കൊണ്ടുപോയി, പിന്നെ കോയിൻസുകൾ ചില്ലറ ഒരു 3-4 കോയിൻസ് അവിടെ വെതറി കിടക്കുന്നതാണെന്നുണ്ട്. പൂട്ട് പൊട്ടിച്ചിട്ട് മുകളിൽ പിന്നെ ഇരുത്തീൻ്റെ മുകളിൽ വെച്ചിട്ടാണുള്ളത്. ഇങ്ങനെയാണുള്ള സംഭവം. അപ്പോൾ രാവിലെ നമ്മൾ എല്ലാവർക്കും ബന്ധപ്പെട്ട് തമ്മിൽ അന്യോന്യം എല്ലാം അന്വേഷിച്ച് അപ്പോൾ നമ്മൾ നേരെ സ്റ്റേഷനിൽ വിവരം അറിയിച്ചതനുസരിച്ചിട്ട് പിന്നെ സ്റ്റേഷനിൽ പോലീസ് വാൾവെൽ എത്തിയിട്ടുണ്ട്. അതാണ് ഉണ്ടായ സംഭവം. അപ്പോൾ തൊട്ടടുത്തും ഇതുപോലത്തെ കളവ് സംഭവങ്ങൾ ഇന്നലെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് മറ്റുള്ള ആളെ മുഖാന്തരമുള്ള അറിവ്. ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഭണ്ഡാരം തുറന്ന് പണമെടുത്തതിനാൽ കൂടുതൽ സംഖ്യ ഉണ്ടാവില്ലെന്നാണ് നിഗമനം. എരഞ്ഞോളി കാർത്തികേയത്തിലെ പി നിർമ്മലയുടെ ഉടമസ്ഥതയിൽ നെടുങ്കോട്ടും കാവിന് മുൻവശത്തുള്ള അനാദിക്കടയിലും ഞായറാഴ്ച അർദ്ധരാത്രിയിലാണ് മോഷണം നടന്നത്. അടുത്തടുത്തായുള്ള 2 കടകളിൽ ഷട്ടറിന്റെ പൂട്ട് തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മേശവലിപ്പിൽ സൂക്ഷിച്ച 2600 രൂപ മോഷ്ടിച്ചു. ഈ പരിസരത്ത് നടക്കുന്ന ഒരു ഗൃഹപ്രവേശന ചടങ്ങിലേക്കുള്ള ഭക്ഷണത്തിനായി പുലർച്ചെ 1:30-ഓടെ കോഴിയിറച്ചി വാങ്ങാൻ പോവുകയായിരുന്ന യുവാക്കൾ അസമയത്ത് അനാദിക്കടയുടെ ഷട്ടർ ഉയർത്തി ലൈറ്റിട്ടത് കണ്ടിരുന്നു. ഇവരാണ് കടയുടമയ്ക്ക് വിവരം നൽകിയത്. പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് തലശ്ശേരി പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തി. രണ്ടിടത്തും സമാന രീതിയിൽ അടുത്തടുത്ത സമയത്ത് നടത്തിയ മോഷണം ഒരാൾ തന്നെയാണോ നടത്തിയത് എന്ന് സംശയമുണ്ട്. മോഷണം നടന്ന സ്ഥാപനങ്ങൾക്ക് സമീപത്തെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി.